ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ ഒരു വഴി കണ്ടാൽ മനസ്സിലാവാത്ത ആരും ഉണ്ടാവില്ലല്ലേ. ഈ ഒരു ഇടവഴി എല്ലാവർക്കും പരിചിതമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. രാവിലെ 10-10:30 ടൈമിനാണ് ഞാൻ പോയത്. ഫാമിലീൻ്റെ കൂടെയാണ് പോയത്. നമ്മളെ ചന്ദ്രേട്ടൻ ചായക്കടയിലേക്കാണ് ഫൈനലി അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഫുഡ് വെച്ചാൽ സീ ഫുഡ്സാണ്. സീ ഫുഡ്സ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. അവിടുത്തെ ആംബിയൻസ് തന്നെ ആദ്യം പറയേണ്ടത് അടിപൊളിയാണ്. അവരുടെ വീടിനോടടുത്ത് തന്നെ ആയിട്ടാണ് ഈ ഒരു സ്പോട്ട് റെഡിയാക്കിയിരിക്കുന്നത്. സൺഡേ അല്ലാത്തതുകൊണ്ടായിരിക്കും വലിയ തിരക്കൊന്നുമില്ലായിരുന്നു, എന്നാലും ആൾക്കാരുണ്ടായിരുന്നു. പുറത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് എന്നാണ് പറയുന്നത് കേൾക്കൽ. അപ്പോൾ ഞാൻ നേരെ പോയത് നമ്മളെ മെയിൻ പ്ലേസ് കിച്ചണിലേക്കാണ്. അവിടെ പോയപ്പോൾ ഒരു ചേട്ടന് പത്തിരി പരത്തിക്കൊണ്ടിരിക്കുകയാണ് കയ്യിലിട്ട് അത് കൈപ്പത്തിരി. വേറൊരു സൈഡിൽ നിന്ന് ചേച്ചി അത് ചുട്ടുകൊണ്ടിരിക്കുകയാണ്, നല്ല ചൂടുള്ള കൈപ്പത്തിരി. വേറൊരു സൈഡിലാണെങ്കിൽ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവിയലാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. പിന്നെ ഞാൻ നേരെ പോയത് നമ്മളെ മെയിൻ സ്ഥലം തവ ഫ്രൈ, അത് അവിടെ റെഡിയായി കൊണ്ടിരിക്കുകയാണ്. കണ്ടിട്ട് തന്നെ കൊതിയാവുക. നല്ല ഫ്രഷ് മീനാണ് അവിടെ കിടന്ന് മൊരിയുന്നത്. ആഗോലി, അയല, അയക്കുറ, കേദർ, ഇതൊക്കെയാണ് ഇവിടെ ഞാൻ പോയെന്നുണ്ടായിരുന്ന മീനുകൾ. അങ്ങനെ ഞങ്ങൾ സീറ്റൊക്കെ സെറ്റാക്കി പോയിരുന്ന് അവർ വാഴൻ്റെ ഇല കൊണ്ടുവച്ച്, വാഴൻ്റെ ഇലയിലാണ് ഇവർ ഫുഡ് സെർവ് ചെയ്യൽ. ഞങ്ങളെല്ലാവരും തന്നെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ അതാ ഒരു പൂളയും മീനും വന്ന് ആദ്യം വിളമ്പി. പിന്നെ മീൻ പൊരിച്ച് വന്നത്. ആഗോലിൻ്റെ വലിപ്പമൊക്കെ കണ്ടോ, നല്ല വലിപ്പമുണ്ട്. ആ ആഗോലിൻ്റെ മീനും ആ പൂളക്കറിയും കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. എൻ്റെ ഫേവറേറ്റായി എനിക്ക് തോന്നിയത് ആഗോലിയും പൂളക്കറിയും മീനുമാണ്. പിന്നെ അതാ അടുത്ത് കൈപ്പത്തിരി വന്ന്. കൈപ്പത്തിരി അടിപൊളി ടേസ്റ്റ്. എനിക്കിതെല്ലാം കൂടി കൂട്ടി കുഴച്ച് തിന്നാനാണ് ഏറ്റവും ഇഷ്ടമായത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് മനസ്സ് നിറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. ഇതെവിടെയല്ല, കോഴിക്കോട് കാരന്തൂർ കോണൗട്ടിലാണ്. കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. കാർ അവിടെ വെച്ച് നടന്നാൽ മതി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.